ജാമ്യാപേക്ഷയിലൂടെ ബോബി ചെമ്മണ്ണൂർ പരാതിക്കാരെ വീണ്ടും അധിക്ഷേപിക്കുകയാണെന്ന് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യം പറയുന്നത്. പരാമർശം പിൻവലിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ്. വിഷ്ണു, ജാമ്യാപേക്ഷയിലൂടെ ഹണി റോസിനെ അപമാനിക്കുന്നു എന്ന് കോടതി പറയാനിടയായ സാഹചര്യം എന്താണ്? എന്തായിരുന്നു ആ പരാമർശം? ഹാഷ്മി, അല്പസമയം മുമ്പാണ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജി പരിഗണിച്ചത്. തുടക്കം മുതൽ തന്നെ കോടതിയുടെ ഭാഗത്ത് രൂക്ഷ വിമർശനമുണ്ട്. അതായത് ഈ കുന്തി ദേവി പരാമർശത്തിലടക്കം ദ്വയാർത്ഥ പ്രയോഗമുണ്ട്, അതിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഈ ജാമ്യാപേക്ഷയിലടക്കം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ അപമാനിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. പ്രധാനമായ പരാമർശത്തിന് വഴിവെച്ചത് ഹണി റോസിന് അസാമാന്യ കഴിവില്ല എന്ന് ഈ ജാമ്യാപേക്ഷയിൽ കോടതി ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതി അതിൽ വിമർശനം ഉന്നയിച്ചത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. അത് പിൻവലിക്കുന്നു എന്നാണ് നിലവിൽ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. സ്ഥിരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നയാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ആർക്കെതിരെയും എന്തും സമൂഹ മാധ്യമങ്ങളിൽ എഴുതാമെന്ന അവസ്ഥയാണെന്നും പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് മൊത്തമായിട്ട് സൈബർ ആക്രമണവും സൈബർ ലിഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിസന്ധികൾ സ്ത്രീകളടക്കമുള്ള ആളുകൾ നേരിടുന്നുണ്ട്. ഏത് ഘട്ടത്തിലും ആർക്കെതിരെയും എന്തും എഴുതി പിടിപ്പിക്കാവുന്നൊരു മനോനിലയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ തടയിടുന്ന ഒരു നടപടിയാണ് വേണ്ടത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന കോടതി നിലവിൽ മറുപടി നൽകിയിരിക്കുന്നു. അതായത് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ സാധാരണഗതിയിൽ വലിയ ലാഘവത്തോടുകൂടി വീണ്ടും അത് ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇനി അത് അനുവദിക്കാനാവില്ല. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരും സെലിബ്രിറ്റിയാണെന്ന വാദമെന്ന് ഹൈക്കോടതി. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. എന്തിനാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു. പ്രതിഭാഗമാകട്ടെ ഈ കേസിൽ കാര്യമായ പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ല, ഒരു തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള കഴമ്പ് പോലുമില്ല. എന്നാൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന് 7 വർഷം മാത്രമാണ് കുറ്റം ലഭിക്കാവുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് ജാമ്യം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതി. നിലവിൽ സർക്കാരിൻ്റെ നിലപാട് ചോദിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വേണമോ എന്ന നിലപാടാണ് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് സർക്കാർ ഈ കേസുമായി ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളും തുടർന്ന് ഈ പ്രത്യാഘാതങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരുകയാണ്. കുന്തി ദേവി പരാമർശത്തിൽ പ്രാഥമികമായി ദ്വയാർത്ഥ പ്രയോഗം നടന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്നത്. അത് അദ്ദേഹം ജഡ്ജി വാക്കാൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന്മേൽ എന്ത് നടപടിയാണ് ഉണ്ടാകുക? ജാമ്യം അനുവദിക്കുമോ അതല്ല എങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനെ ഏറ്റവും നിർണായകമായൊരു നീക്കമായിരുന്നു. അതായത് ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ആളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവതാരികമാരെ അടക്കം നിരന്തരം ആക്ഷേപിക്കുന്ന ആളാണെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ അടക്കം കീഴ്ക്കോടതിയിൽ ഹാജരാക്കി. അതാണ് കീഴ്ക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം റദ്ദ് ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലും സമർപ്പിച്ചിരിക്കുന്നു. കോടതി ആ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. പരിപാടിയിൽ വെച്ച് ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറയാനാകില്ല എന്ന ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം വരുന്നു. അതായത് നമുക്ക് കുറെ നാളായി പൊതുസമൂഹത്തിലേക്കുള്ള സംശയം അതാണ്, എന്തിനാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കോടതി ചോദിക്കുകയാണ്.